UAE വിസ പുതുമാപ്പ് നാളെ അവസാനിക്കും. ജനുവരി 1 മുതൽ കർശനമായ പരിശോധന. പുതുമാപ്പ് കാലാവധി അവസാനിക്കുന്നതോടെ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ്, പോർട്ട് സെക്യൂരിറ്റി, പോലീസ് വകുപ്പുമായും മാനവ വിഭവശേഷി എമിറേറ്റൈസേഷൻ മന്ത്രാലയവുമായും സഹകരിച്ച് പരിശോധനാ ക്യാമ്പയിനുകൾ ആരംഭിക്കുമെന്ന് നേരത്തെ തന്നെ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. നിയമ ലംഘകർക്കെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. ദുബായിൽ അൽബഷൈ താമസ കെട്ടിടത്തിൽ തീപിടുത്തം, ആളപായം ഇല്ല. അൽബഷയിലെ മാൾ ഓഫ് എമിറേറ്റ്സിനടുത്തുള്ള പ്രസിഡൻഷ്യൽ കെട്ടിടത്തിലാണ് ഇന്നലെ രാത്രി 10:30 മണിയോടെ തീപിടുത്തമുണ്ടായത്. അഗ്നിശമന സേന ഉടൻ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. പുതുവത്സരാഘോഷം അബുദാബിയിൽ വർണ്ണാഭമായ പരിപാടികൾ. ജനുവരി 1 ബുധനാഴ്ച പാർക്കിംഗ് സൗജന്യം. വ്യാഴാഴ്ച രാവിലെ 8 മണി വരെയാണ് അബുദാബിയിൽ സൗജന്യ പാർക്കിംഗ് അനുവദിക്കുന്നത്. പൊതു അവധി ദിനമായ ബുധനാഴ്ച ഡോഫ് ടോൾ ഗേറ്റ് സംവിധാനം സൗജന്യമായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുറഹീമിന്റെ മോചനം ഇന്നും സാധ്യമായില്ല. മോചന ഉത്തരവ് വൈകാൻ സാധ്യത. റിയാദിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കോഴിക്കോട് ഫറോക്ക് കോടമ്പുഴ സ്വദേശി അബ്ദുറഹീമിന്റെ മോചനം ഇന്നുണ്ടാകുമെന്നാണ് നേരത്തെ കരുതിയിരുന്നതെങ്കിലും ഇന്ന് രാവിലെ കേസ് വിചാരണക്കെടുത്ത റിയാദ് ക്രിമിനൽ കോടതി വാദം തുടങ്ങിയെങ്കിലും അത് പൂർത്തിയായില്ല. വിഷയം വീണ്ടും പഠിക്കേണ്ടതുണ്ടെന്ന് കാണിച്ചാണ് കോടതി കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചത്. കുവൈത്തിൽ പുതിയ താമസ കുടിയേറ്റ നിയമം വരുന്ന ജനുവരി 1 പ്രാബല്യത്തിൽ വരും. നിയമലംഘകർക്ക് വൻപിഴ. തൊഴിൽ വിസ ലംഘനങ്ങൾക്ക് ആദ്യ മാസം ദിനം പ്രതി 2 ദിനാർ വച്ചും പിന്നീട് 4 ദിനാറുമാണ് പുതിയ നിയമത്തിൽ പിഴ നിജപ്പെടുത്തിയിട്ടുള്ളത്. മുൻപ് 600 ദിനാറായിരുന്ന പരമാവധി പിഴ 2000 വരെ ഉയർത്തിയിട്ടുമുണ്ട്. 6 പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള കുവൈറ്റിലെ താമസ കുടിയേറ്റ നിയമമാണ് പരിഷ്കരിക്കുന്നത്. മലയാളത്തിന്റെ വിഖ്യാത എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ നിര്യാണത്തിൽ മലയാളം മിഷൻ ദുബായ് ചാപ്റ്റർ പഠനകേന്ദ്രം അനുശോചന യോഗം സംഘടിപ്പിച്ചു. ദുബായ് ചാപ്റ്റർ വിദഗ്ധ സമിതി ചെയർപേഴ്സൺ സോണിയ ഷിനോയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ചാപ്റ്റർ ചെയർമാൻ വിനോദ് നമ്പ്യാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. MTയുടെ ഛായാചിത്രത്തിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പുഷ്പാർച്ചന നടത്തി. മലയാളം മിഷൻ സെക്രട്ടറി ദിലീപ് CNN സ്വാഗതവും നോൺ അക്കാഡമിക് കോർഡിനേറ്റർ സ്മിത മേനോൻ നന്ദിയും പറഞ്ഞു. റിംന അമീർ, ഫിറോസിയ ദിലീപ് റഹ്മാൻ, MP മുരളി, ജ്യോതി രാംദാസ്, സുനേഷ്, പ്രിയ ദീപു എന്നിവർ പങ്കെടുത്തു. അറേബ്യൻ ഗൾഫ് കപ്പ് നാളെ നടക്കുന്ന സെമി ഫൈനൽ മത്സരത്തിൽ ഒമാൻ സൗദി അറേബ്യയുമായും ബഹ്റൈൻ കുവൈറ്റുമായും ഏറ്റുമുട്ടും. വൈകുന്നേരം 6:30 സൗദി ഒമാൻ പോരാട്ടം. രാത്രി 9:45 ആതിഥേയരായ കുവൈറ്റ് ബഹ്റൈനുമായും ഏറ്റുമുട്ടും.